ഈ ലാസ്റ്റ് ടൈം ബ്രേക്ക് എടുത്തതിന് ശേഷം വൺ പീസിൻ്റെ എപ്പിസോഡ് ഞാൻ കുറച്ച് ലാഗായിട്ടാണ് കാണുന്നത്. ലാഗ് മീൻസ് ഞാൻ കുറച്ച് പതുക്കെ പതുക്കെയാണ് കാണുന്നത്. അതായത് ഞാനിപ്പം ഒരു 2 എപ്പിസോഡ് അല്ലെങ്കിൽ 3 എപ്പിസോഡ് ഇറങ്ങിയതിന് ശേഷം 3 എപ്പിസോഡ് ഒരുമിച്ചിരുന്ന് കാണും. കാരണം എനിക്കിപ്പം ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇപ്പം ഈ ഒരു എപ്പിസോഡ് വെച്ച് കണ്ട് അങ്ങനെ കാണുന്നതുകൊണ്ടാണോ എന്തോ ദഹിക്കുന്നില്ല. വാന തൊട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഒരു എപ്പിസോഡ് വെച്ചാണ് കണ്ടു തുടങ്ങിയത്. അപ്പം എന്തോ ഒരു എപ്പിസോഡ് കാണുന്നത് കൊണ്ടുള്ളൊരിത് കാരണം ഞാനിപ്പോൾ ഒരു 2-3 അല്ലെങ്കിൽ ഇപ്പോൾ 2 എപ്പിസോഡൊക്കെ ഒരു ഗ്യാപ്പ് ഇട്ടാണ് കാണുന്നത്. ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1159 1160 ഇപ്പോൾ ലാസ്റ്റ് ടൈം ഇറങ്ങിയത്. ആ 2 എപ്പിസോഡിലും പറയാൻ തക്കമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഉസോപ്പിൻ്റെ കാര്യം. ഉസോപ്പ് അവൻ്റെ പുതിയൊരു സ്റ്റൈൽ അല്ലെങ്കിൽ ആ ഒരു ക്യൂബ് വെച്ചുണ്ടാക്കിയ വേൾഡില്ല, ആ വേൾഡിൻ്റെ അകത്ത് നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ കാര്യം ഉസോപ്പ് ഉപയോഗിക്കുന്ന ആ ഒരു അറ്റാക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്പോയിലറൊക്കെ കിട്ടി, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കുറേ തെണ്ടികൾ ഇൻസ്റ്റയ്ക്കകത്തുള്ള കുറേ എണ്ണമുണ്ട്. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അത് വിട്. ഇൻസ്റ്റയ്ക്കകത്ത് കുറേ ടീമുകളുണ്ട്. ഇവന്മാരാണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന സ്പോയിലറെല്ലാം, അതായത് മാങ്ങയ്ക്കകത്ത് വരുന്ന കാര്യങ്ങളെല്ലാം അതേപടി അവന്മാർ കോപ്പി എടുത്തിരുന്ന ഒരു തരം കുറച്ചെണ്ണം ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ കാര്യം അതുകൊണ്ട് കുറച്ച് സ്പോയിലറൊക്കെ കിട്ടി. പക്ഷെ എന്നിരുന്നാൽ പോലും അതായത് എൽബാഫ് ആർക്ക് തുടങ്ങുന്നതിന് മുന്നേ ഓടെ പറഞ്ഞിരുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽബാഫ് ആർക്കിൻ്റെ അകത്ത് MVP ആയിട്ട് വരുന്ന ക്യാരക്ടർ, അതായത് നമുക്കിപ്പം എല്ലാ ആർക്കിൻ്റെ നമുക്ക് ഇതുവരെയായിട്ട് ഇറങ്ങിയിട്ടുള്ള എല്ലാ ആർക്കിൻ്റെ അകത്തും ഒരു MVP ആയിട്ട് ഒരാളോ അല്ലെങ്കിൽ 2 പേരോ കാണും. 2 പേരുണ്ടായിരുന്ന ആർക്കുകൾ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ബിഗ് മൂമിൻ്റെ ആർക്കില്ല, അതിനകത്ത് 2 MVP ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 2 അല്ല, അതിനകത്ത് എന്നെ സംബന്ധിച്ച്, അതിനകത്ത് നിങ്ങൾക്ക് വേറെ അഭിപ്രായങ്ങൾ കാണും, എന്നെ സംബന്ധിച്ച് അതിനകത്ത് 3 MVP ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. അതായത് ഒന്നാമത്തത് അതിനകത്ത് ബ്രൂക്കിൻ്റെ കിടിലം സീൻസ് അതിനകത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ മെയിൻ MVP എനിക്ക് അതിൻ്റെ അകത്ത് ബ്രൂക്കാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന ജിംബയുടെ കണ്ടയാണല്ലോ അതിൻ്റെ അകത്ത്. ബിഗ് മോം അവൻ്റെ അടുത്ത് ആ ലൈഫ് ഫോർ സോൾ ആ ഒരു കാര്യം ചോദിക്കുന്ന സമയത്ത്, അതായത് ആ ഒരു സമയത്ത് ജിംബെ കാണിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ സാധനമൊക്കെ കണ്ടവർക്ക് കലങ്ങും. അതുപോലെ തന്നെ എനിക്ക് അതിൻ്റെ അകത്തുള്ള 3ാമത്തെ VIP ഓഫ് കോഴ്സ് സാഞ്ചിയാണല്ലോ. സാഞ്ചിയുടെ കുറേ പരിപാടികൾ അതിനകത്ത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് സാഞ്ചിയാണ് അതിൻ്റെ അകത്ത്. അതായത് ഓൾ കേക്ക് കൈലറ്റ് ഓർമ്മ വന്നു, ഞാനത് ഒരാർക്കിനെ പേര് മറന്നിരിക്കുമായിരുന്നു. എന്തായാലും പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടെ പറഞ്ഞിരുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമുക്ക് എൽബാഫിൻ്റെ അകത്ത് ഉസോപ്പായിരിക്കും MVP ആവാൻ പോകുന്നത് എന്നൊക്കെയാണ് ഇതിനു മുമ്പ്. അതായത് നമ്മുടെ എൽബാഫ് ആർക്ക് തുടങ്ങുന്നതിന് മുന്നേ, ഇപ്പോൾ തുടങ്ങി കുറച്ച് നാളായല്ലോ. അതായത് മാങ്കയ്ക്കകത്തൊക്കെ തുടങ്ങുന്നതിന് മുന്നേ, മാങ്ക എഴുതി തുടങ്ങുന്നതിന് മുന്നേ ആണോ മാങ്ക റിലീസ് ചെയ്യുന്നതിന് മുന്നേ തോന്നുന്നു. അതിന് മുന്നേ ഓടെ പറഞ്ഞിരുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉസോപ്പായിരിക്കും അതിനകത്തുള്ള MVP എന്നുള്ള രീതിയിലൊക്കെയാണ് പുറത്ത് വന്ന ന്യൂസുകൾ. ശരി പറഞ്ഞാണോ എന്ന് എനിക്കറിയത്തില്ല, അങ്ങനെയൊക്കെയാണ് നമ്മൾ കേട്ട് കേൾവി. പക്ഷേ സ്പോയിലർ ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. സ്പോയിലറിൻ്റെ മൈൻഡിൽ കിടക്കുന്നുണ്ടാന്ന് തോന്നുന്നു. ഞാൻ ആ കാര്യം തന്നെ വീണ്ടും ചിന്തിക്കുന്നു. തൽക്കാലം സംഭവത്രേ ഉള്ളൂ. ഉസോപ്പിൻ്റെ അറ്റാക്ക് അടിപൊളിയായിരുന്നു. അതായിരുന്നു മെയിനായിട്ട് ഞാൻ പറയാൻ വന്നത്. മെയിനായിട്ട് പറയാൻ വന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാമിയുടെ അറ്റാക്ക്. അതായത് ആ സൺഗോഡ് ആ ക്യൂബ് വേൾഡിൻ്റെ അകത്ത് സൺഗോഡ് എന്ന് ആൾക്കാർ വിളിക്കുന്ന ആ ഒരു സാധനമില്ലേ, അതായത് ആ വലിയൊരു ഇതൊക്കെ ഒരു മുഖം മൂടി കണക്കൊരു സാധനമൊക്കെ വെച്ച് വലിയ കൊമ്പൊക്കെ വെച്ചിട്ട് രാശം നടന്നു വരത്തില്ലേ, ആ ഒരു ജെയിൻ്റായിട്ട് നടന്നിരുന്ന പുള്ളിക്കാരന് നേരെ ആ യൂസ് ചെയ്യുന്ന ആ ഒരു അറ്റാക്ക്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് എന്നുവെച്ചാൽ ഞാനിപ്പോഴും ചിന്തിക്കുന്ന കാര്യം, അതായത് ഈ ലൂഫിയുടെ ക്രൂമേറ്റ്സ് ഇല്ലേ, അതായത് എല്ലാവരും നല്ല പക്ക പവർഫുള്ളായിട്ടുള്ള ആൾക്കാരാണ്. അതായത് പക്ക പവർഫുൾ എന്ന് പറയാൻ പറ്റത്തില്ല, വീക്കായിട്ടുള്ള കുറേ സീൻസ് നമ്മളിപ്പം ഈ യുസോപ്പിൻ്റെ സീനിൽ പോലും ഞാൻ വിചാരിച്ചു, അതായത് പുള്ളിക്കാരനെ MVP ആക്കാൻ പോകുന്നു എന്ന് പറയുന്നത്. അതായത് ഈ ആർക്കിൻ്റെ അത് പുള്ളിയായിരിക്കും MVP എന്നൊക്കെയാണ് മുമ്പ് റൂമേഴ്സ് വന്നത്. ഇപ്പം ഞാൻ പറയുന്നില്ല, കാരണം മാങ്ക എനിക്ക് തോന്നുന്നു ഒരു 40% കഴിഞ്ഞു മാങ്ക. അതായത് ഇതിൻ്റെ മാങ്ക 40% കഴിഞ്ഞു, അത് ഈ ആർക്കിൻ്റെ മാങ്ക. അപ്പം അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല, കാരണം കുറേ സ്പോയിലർ റൂമാർ കുറേ ഇൻസ്റ്റയ്ക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമില്ലാത്തൊരു കാര്യം ഇതാണ്. ഇൻസ്റ്റ തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്പോയിലർ കിട്ടും. എനിക്കൊന്ന് യൂട്യൂബിൽ പോലും അത്രയില്ല, യൂട്യൂബിലും ഇല്ല, പക്ഷേ ഈ ഇൻസ്റ്റയ്ക്കകത്ത് ഒരുപാട് സ്പോയിലർ കിട്ടും, അതാ കുഴപ്പം. അതുകൊണ്ട് ഉസോപ്പിൻ്റെ ഒരു അറ്റാക്ക് കണ്ടപ്പോഴത്തേക്ക് ഫസ്റ്റ് ഞാൻ അറ്റാക്ക് കണ്ട സമയത്ത്, അതായത് അറ്റാക്ക് ചെയ്തു ആ സാധനം പോയി ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു സീൻ, അതായത് ഒരു ഗൂസ് ബം മൊമെൻ്റ് ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ തൊട്ടൊരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും 1 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് മനസ്സിലായ, പക്ഷേ തൊട്ടപ്പുറത്ത് ഉസോപ്പ് ലൂഫി തമ്മിലുള്ള ആ ഡിഫറൻസ് നമുക്ക് കാണിച്ചു തന്നു, അത് പൊളിയായിരുന്നു അവിടെ. പക്ഷേ മെയിൻ കാര്യം നാമിയുടെ കാര്യം, ആ ഒരു സീനുണ്ടല്ലോ, അതെങ്ങനെയാണ് പറയുന്നത്, അതായത് നാമി പോലും അറിയാതെ എത്ര വളർന്നു, അതായത് സംഭവം. അതായത്
ആ ഒരു ആ ക്യാരക്ടറുടെ പേരെന്തായിരുന്നു, ആ കാർമേഘത്തിൻ്റെ അതും കൂടെ വന്ന സമയത്ത് പിന്നെ നാമിയുടെ തന്നെ ഒരു വിൻഡ് അറ്റാക്കും മൊത്തത്തിൽ കൂടെ ചേർന്ന സമയത്ത് അടിപൊളിയായിട്ടുണ്ട് എന്തായാലും. അതായത് ക്രൂമേറ്റ്സ് ഒരുപാട് വളർന്നു. അതായത് പ്രത്യേകിച്ച് നാമിയുടെ ആരും ഉസോപ്പ് കുറേ പവർഫുള്ളായിട്ടുള്ള, അതായത് പുള്ളിക്കാരൻ മുമ്പ് ഒരു 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 അതായത് പുള്ളിയുടെ ഒരു ശക്തി എന്ന് പറയുന്നത് ഒരു 5% എന്നുണ്ടെങ്കിൽ പുള്ളി ഒരു 7%-ത്തിലോട്ടേ വളർന്നിട്ടുള്ളൂ. പക്ഷേ നാമിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. നാമി മുമ്പ് 1 ഇപ്പോൾ 5 അതായത് നാമിയുടെ ശക്തി 1% നാമിയുടെ ശക്തി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 5%-ത്തിലോട്ട് വർദ്ധിച്ചു എന്ന് പറയാം. അതായത് ക്രൂമെയിൻസിൽ മൊത്തത്തിലുള്ളതല്ല, പുള്ളിക്കാരിയുടെ മാത്രം ശക്തി. അങ്ങനെ മനസ്സിലായ എന്തായാലും എപ്പിസോഡ് കണ്ടു, കിഡിലോ വരുന്ന നാമിയുടെ അറ്റാക്ക് ഉണ്ടല്ലോ സത്യം പറഞ്ഞ്. അതായത് എനിക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ആ എപ്പിസോഡ് തുടങ്ങുന്ന സമയത്ത് അവരെ മറ്റുള്ള ഒരു സാധനം വെച്ച് പിടിക്കത്തില്ലേ, അത് ഈ സൺഗോഡെന്ന് സ്വയമേ പ്രഖ്യാപിക്കുന്ന ആൾ ഒരു വല കണക്കൊരു സാധനം ഇട്ട് പിടിക്കത്തില്ലേ, ആ പിടിക്കുന്ന സമയത്ത് സോറോയുടെയും സാഞ്ചിയുടെ ഒരു സാധനമുണ്ട്. അപ്പം ഞാനത് ആ ഒരു സംഭവം കണ്ട സമയത്ത് ഒരു സീൻ, അതായത് ആ എപ്പിസോഡിലെ ഏറ്റവും കിടിലൻ മൂമെൻറ്റ് അതാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ മനസ്സിൽ കിടന്ന് ഓടുക. അങ്ങനെ ഓടി വരുന്ന സമയത്താണ് പെട്ടെന്ന്, അതായത് അതൊക്കെ കഴിഞ്ഞ് ഇവർ ഓടിപ്പോയി എല്ലാം കഴിഞ്ഞ് പോയപ്പോഴത്തേക്ക് പെട്ടെന്ന് നാമിയുടെ ഒരു അറ്റാക്ക്. എൻ്റെ പുണ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സീൻ കിടില സാധനമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതെങ്ങനെ എനിക്കത് എങ്ങനെ വിവരിക്കണമെന്ന് അറിയത്തില്ല. അതായത് ആ ഒരു കണ്ട ഒരു പരിപാടി ഇതിലിപ്പം ഈ വീഡിയോ കാണുന്ന എത്ര പേര് വൺ പീസ് കാണും, അല്ലെങ്കിൽ എത്ര പേര് കാണത്തില്ല എന്നുള്ള കാര്യം അറിയത്തില്ല. അതിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ആ ഒരു എപ്പിസോഡിൽ അല്ലെങ്കിൽ ആ ഒരു കണ്ട സംഭവത്തിനെ പറ്റി മനസ്സിലായി. അതായത് നമ്മൾ എപ്പോഴും ഈ ഒരു പുറകിലോട്ട്, അതായത് ആ ക്രൂമേറ്റിൽ തന്നെ എപ്പോഴും പുറകിലോട്ട് നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് വന്നിട്ട് അത്രയും കിടിലൊരു അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് വേറെയും ഒപ്പോണൻസിനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും കോബിയെ ഗാർപ്പിനെ രക്ഷിക്കാൻ പോകുന്ന സമയത്ത് ഇല്ല സാധനത്തിന് ഇടിക്കുന്നൊരു പരിപാടിയില്ലേ, ഹാക്കി ഉപയോഗിച്ചില്ല സാധനത്തിന് ഇടിച്ച് ആ ഒരു കിടിലൊരു ഷോ ഓഫ് സീനില്ലേ, ആ സെയിം പരിപാടിയാണ് ഇവിടെ നാമിയുടെ കാര്യത്തിൽ. കാരണം നമ്മൾ ഒരുപാട് അല്ലെങ്കിൽ വീക്കാണ് ഈ ഇത്രയും ആൾക്കാർ, അല്ലെങ്കിൽ നമ്മൾ ഇത്ര പർട്ടിക്കുലറായിട്ടുള്ള 2 ക്യാരക്ടേഴ്സിനെ നമ്മൾ വീക്കാന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് ഇവർ ചില സമയത്തൊന്നും ഇങ്ങനെ ഒന്ന് ഷോ ഓഫ് കാണിക്കുന്ന സമയത്ത് അത് ഭയങ്കര രസമാണ്. അതായത് സത്യം പറഞ്ഞാൽ ഇപ്പം വൺ പീസ് ഒരുപാട് പേര് വൺ പീസിന് ആനിമേഷനിൽ ഇപ്പോഴും കുറ്റം പറയുന്നുണ്ട് എങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് പൊളിയാണ്. ഇപ്പോൾ അവരുടെ ആനിമേഷനിൽ സത്യം പറഞ്ഞാൽ എനിക്ക് യാതൊരു കുറ്റവും പറയാനില്ല. ഞാൻ ഒരു സമയത്ത്, അതായത് ഒരു കൊല്ലം അല്ലെങ്കിൽ 1-2 കൊല്ലത്തിന് മുന്നേ വൺ പീസ് കണ്ട് തുടങ്ങുന്ന സമയത്ത് ആ ഒരു തുടക്കമൊക്കെ, അതായത് ഫസ്റ്റ് നമ്മുടെ ആർലോങ് അങ്ങനെയുള്ള ആർക്കുകളിലൊക്കെ ഒരുപാട് വീക്കായിരുന്നു. പക്ഷേ ഇപ്പം ഇറങ്ങുന്നത് എന്നെ സംബന്ധിച്ച് ആ ഒരു വാന തൊട്ട് ആനിമേഷനൊക്കെ സത്യം പറഞ്ഞാൽ അത് എഗ്ഗട്ട് തുടങ്ങുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ആനിമേഷൻ വാനോട് അത്ര ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ വിചാരിച്ചു. അത് നോർമൽ സീൻസിന് മാത്രം. പക്ഷേ ഫൈറ്റിലോട്ടൊക്കെ വരുന്ന സമയത്ത് ആനിമേഷനൊക്കെ വേറെ ലെവലാണ്. അത് എനിക്ക് ആ എഗ്ഗട്ടിലോട്ടൊക്കെ എത്തിയവർക്കൊക്കെ അറിയാം. ഒരുപാട് പേര്, ഇപ്പം ഞാൻ മാത്രമല്ല, ഗോട്ടപ്പായിട്ടുള്ള ഒരുപാട് ആൾക്കാർ കാണും. ഇപ്പം ഇറങ്ങുന്ന എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. എന്നിരുന്നാൽ പോലും ഇപ്പോഴും വൺ പീസിൻ്റെ ആനിമേഷൻ വീക്കാണ് എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. പറയുമെന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായ സ്ഥിതിക്ക് വൺ പീസ് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയ്ക്ക് അത് വീണ്ടും കാണാം. ബൈ.